നരിയുടെ പേരില്, കോടാലി നരിയുടെ പേരില് എഴുതിക്കോ. നാട്ടില് മഴയില്ല, കൃഷിയില്ല, പാവങ്ങൾ പണമില്ലാതെ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കൂട്ടരുടെ കയ്യിൽ മാത്രം പണം കുമിഞ്ഞു കൂടുന്നുണ്ടല്ലോ. നിങ്ങളുടെ കഷ്ടമുള്ളവരെ നമ്മുടെ കാശുണ്ടാകും. ഞങ്ങളുടെ കഷ്ടമൊക്കെ തീർന്ന നമ്മൾ രാജസ്ഥാനിലേക്ക് പോകും. കച്ചേരി ആരംഭിക്കട്ടെ. ആദിവാസി അടക്കി വായിക്കടാ. മധുര മാച്ചിൽ ജയിച്ചു വന്നതിന് ശേഷം കച്ചേരിയൊക്കെ. അവിടെ എന്താ പറ്റാ നിനക്ക് സീറ്റ് കിട്ടിയാ? എനിക്ക് ബെർത്ത് തന്നെ കിട്ടിയടാ. വണ്ടിയുടെ മുകളിൽ മധുരയിൽ വന്ന് ഇറങ്ങിയതും മുല്ലപ്പൂമണം വീശുന്നല്ലോടാ. വാട്ട് എ ഫിഗർ, വാട്ട് എ ഫിഗർ. ഫ്രഷ് ഫിഗർ, ഏത് ഫിഗർ? പവാടധാവണിയിൽ വിലസി വരുമേ മധുര ഫിഗർ. എന്റെ ഹൃദയത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന മധുര മഞ്ജുളാങ്കി, മധുരമണി മലരുകളെ, മംഗളെ, മകുടിക്കുമയങ്ങാത്ത പാമ്പുകളാ ഞങ്ങൾ. മധുരേ മല്ലി മനസ്സിലെ മില്ലി, നിർത്ത. ഇത് നമ്മുടെ നാടല്ല, ഇത് മധുര. ഇവിടെ കൂടുതൽ സംസാരമൊന്നുമില്ല. നേരെ വന്ന് തല എങ്ങും വെട്ടുക. അയ്യോ, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവിടെ സാധാരണയാ. നിങ്ങൾ കാര്യം വെക്കണ്ട. നിങ്ങൾ വന്നേ. ആ വാടാ. നമ്മൾ എവിടെ താമസിക്കുന്നത്? ചെല്ലമ്മ കോളനി. ധനലക്ഷ്മി, നിന്നെ എവിടൊക്കെ തിരക്കുന്നറിയോ? എന്താ? നിന്റെ അണ്ണനെ ചേട്ടനെ നിന്റെ അണ്ണനെ മുത്തുവാണ്ടി കൊന്നു കളഞ്ഞു. ചേട്ടാ, അയ്യോ, എന്റെ മോനെ, അയ്യോ, അയ്യോ, ചേട്ടാ, അയ്യോ, മോനെ, ആ മുത്തുപാണ്ടി നിന്റെ ചേട്ടനെ വെട്ടിക്കൊന്നു. സാർ, ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് ബോഡി ഏറ്റി വാങ്ങിക്കൊണ്ട് പോകണം. അച്ഛൻ നിൽക്ക്, ഇങ്ങ് തരൂ സർ. എന്താ സാർ ഇത്? പബ്ലിക്കിന്റെ നടുവിൽ വെട്ടിക്കൊന്നിട്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ കാണുന്നോ? അയാളുടെ എന്തിനാ ചോദിക്കുന്നേ? അയാൾക്ക് ജീവന് കൊതിയില്ലേ? മുത്തുപ്പാണ്ടി പറ്റി അറിയില്ല നിനക്ക്? നീ +2 വരെ ഇവിടെയല്ലേ പഠിച്ചേ? മര്യാദ ഒപ്പിട്ടിട്ട് ബോഡി വാങ്ങിച്ചിട്ട് പോടാ. എന്തിനാണോ നിന്ന് പോകുന്നത്? വീട്ടിൽ പോയി കരയ്. എടുത്തോണ്ട് പോ. ഓടോ. ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ചുറ്റി ചുറ്റി അടിക്കുക. എന്നെ അടിക്കടാ, അടിക്കടാ. വേണ്ടെണ്ണ. അടി, എന്നെ അടിക്കേ. വാ. വാ വാ വാ.
ചുറ്റി ചുറ്റി അടിക്കുന്നത് അടി അല്ലടാ, ഒരൊറ്റ അടി കൊണ്ട് ചുറ്റി നിലം പറ്റി വീണം. അതാ അടി, മുത്തുപ്പാണ്ടി അടി. എടുത്ത് വെളി കളടവനെ. വാമച്ച, വല്ലാത്ത വിഷമത്തിലാണോ നീ? മനസ്സിലാവും എനിക്കത്. എന്ത് ചെയ്യാനാ, പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ധനലക്ഷ്മിയോടുള്ള ഇഷ്ടം. മുറപ്പെണ്ണാണെന്ന് കരുതി പെണ്ണ് ചോദിക്കാൻ വന്നപ്പോൾ എല്ലാവരുടെ മുമ്പിൽ അപമാനിച്ചു വിട്ടില്ലേ എന്നെ? എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിന്റെ ചേട്ടൻ തിരുനെല്വേലിക്ക് പോയത് അടുത്ത ചെറുക്കനെ കാണാൻ? അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഡാ, എന്താണ് മോത്ത് നോക്കിയിരിക്കുന്നത്? വെയിലടിക്കുന്ന കേട്ടില്ലേ? ചെന്ന് നല്ല തണുത്ത എന്താ മച്ചാ, നീ നിന്റെ ചേട്ടനെ പോലായോ? എനിക്ക് ജീവനോടെങ്കിൽ എന്റെ അനിയത്തെ നിനക്ക് കെട്ടാൻ പറ്റില്ലടാ. അണ്ണാ മോര്. ഡേയ്, അളിയന്മാരില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന് നമ്മുടെ ജോലിസിന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. നേരെ അല്ലേ? തള്ളാകുളം പ്രദേശത്തെ ശങ്കരപാണ്ഡിയുടെ മൂത്ത മകൻ നന്ദ പല വർഷങ്ങളായി വിട്ടുമാറാത്ത വയറ്റുവേദനയാൽ കഷ്ടപ്പെടുകയായിരുന്നു. അയാൾ ഇന്ന് മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന വൈഗ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. സ്വന്തം സഹോദരന്റെ അകാല മരണത്തിൽ മനസ്സു തളർന്ന അയാളുടെ അനിയൻ രഘുവും ജീവനൊടുക്കി. രഘു കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളായി കോട്ടയെന്നേ അങ്ങേര് വിളിക്ക. ആ പറ. എന്താ അവിടെ നടക്കുന്നേ? കൊല തന്നെ. അത് മനസ്സിലായി. എന്തിനാന്നാ ചോദിച്ചേ? എല്ലാത്തിനും നിങ്ങൾ തന്നെ കാരണം. ഞാനോ? പിന്നല്ലാതെ ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ എപ്പോഴും ജോലി തിരക്കെന്ന് പറഞ്ഞ് ചെന്നൈയിലല്ലേ നിങ്ങള്? അതുകൊണ്ടാ ഇങ്ങനെ. ഞാൻ കാലത്ത് വരെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഇവിടെ എസ് സെൽവരാജ് ഉണ്ടല്ലോ, അയാളെ നോക്കിക്കോളും. നമ്മൾ താമസിക്കും തോറും നമ്മുടെ മകൻ ധനലക്ഷ്മിയുടെ അച്ഛനും അമ്മനെയും കൂടി കൊന്ന ശേഷമേ അവളെ താലികെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എനിക്ക് തോന്നണം. എന്താ കാര്യം കൂടി? നാളെ രാവിലെ അങ്ങേര് ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സംസാരിച്ചോ, പണം എടുത്തോടോ. ഞാൻ ആ പെണ്ണിന്റെ വീട് വരുന്ന